ഹായ് ഓൾ, കിത്ത് ആൻഡ് കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയും, എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും മിക്ക ആൾക്കാരെയും പിറകിലോട്ട് വലിക്കുന്നൊരു ഘടകം ഇതാണ്. നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, നാട്ടുകാർ ആരുമായിക്കോട്ടെ, ഇവരെന്തു പറയും? എനിക്കൊരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവരൊക്കെ എന്തു പറയും? പക്ഷേ ഇനി ഞാൻ മണ്ടത്തരമാണ് പറയുന്നതെന്ന് ഇവർ പറയുമോ? എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, ആ ബിസിനസ് പൊട്ടിപ്പോയാൽ ഇവരെന്നെ കളിയാക്കില്ലേ? എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷേ ഞാനതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്ത് പറയും? ഇതൊക്കെ ഒരുപാട് പേരെ പിറകിലോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്നും സ്വപ്നങ്ങളിൽ നിന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്നെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാർ കാണും, അതിനെ കളിയാക്കാൻ കുറച്ച് പേരുണ്ടാകും. അത് നല്ലതാണേലും ചീത്തയാണേലും ആളുകൾക്ക് ഗുണമുള്ളതാണേലും അല്ലേലും അത് കളിയാക്കാൻ കുറച്ച് പേര് ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് ക്രിട്ടിസൈസ് ചെയ്യാൻ കുറച്ച് പേര് കാണും. അപ്പോൾ നമ്മൾ സമയമെടുത്ത് ചിന്തിച്ച കാര്യമാണെങ്കിൽ അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലെവലിലായിരിക്കും. നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. നമ്മുടെ വീഡിയോസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല. സൗണ്ട് ഇഷ്യൂസ് ഉണ്ടാകാം, വീഡിയോ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാകാം, എഡിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ ഒരുപാട് പേര് പറയും, നീ എന്തിനാണ് ഈ പരിപാടി തുടങ്ങിയത്? ഒരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ ഇതിന്. പക്ഷേ നമുക്കറിയാം, നമ്മളത് ജസ്റ്റ് പഠിക്കുവാണ്. പക്ഷെ പലരും ആ ഒരു സ്റ്റേജിൽ തന്നെ നിർത്തിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിക്കരുത്. കാരണം അവർക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അറിയില്ല. അവർ നമ്മുടെ കണ്ണിലൂടെ അല്ല കാര്യങ്ങൾ കാണുന്നത്, അവരുടെ കണ്ണിലൂടെയാണ്. അവർക്ക് നമ്മുടെ ചിന്തകൾ അറിയില്ല, നമ്മുടെ ജീവിതം അറിയില്ല, നമ്മുടെ അനുഭവങ്ങൾ അറിയില്ല. ഇതൊക്കെ അറിയാവുന്നത് ആർക്കാണ്? നമുക്ക് തന്നെയാണ്, നമുക്ക് മാത്രമാണ്. പലപ്പോഴും ഈ പറയുന്നവരുടെ വിചാരം അവർക്ക് നമ്മളെ നന്നായി അറിയാമെന്നൊക്കെയാണ്. ഒരിക്കലും അത് ശരിയല്ല. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയമുള്ളതും നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. അങ്ങനെ കളിയാക്കുന്നവർ അല്ലെങ്കിൽ പുറകിലോട്ട് വലിക്കുന്നവരുടെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, അവരിതൊന്നും ചെയ്യാത്തവരാണ്, അവരൊരു റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോഴുള്ള വേദന അവർക്കറിയില്ല, കഷ്ടപ്പാട് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അവർക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന ആൾക്കാർ പലതും അത് മീൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ വാചകം അടിക്കാൻ വേണ്ടി പറയുന്നതാവും, ചിലർ മനഃപൂർവ്വം ഡൗൺ ആക്കാൻ പറയുന്നതുമാകാം. പിന്നീട് അവർ പറഞ്ഞതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ എനർജിയാണ് വേസ്റ്റ് ആക്കുന്നത്. ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ കളിയാക്കുന്നവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ചാലഞ്ചസ് നേരിടേണ്ടിയുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ സമയം അത്രയും വിലപ്പെട്ടതാണ്. ഈ ലൂസ് ടോക്സിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാൻ നമുക്ക് ടൈമില്ല. സത്യം പറഞ്ഞാൽ ഈ കളിയാക്കുന്നവർക്കും ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്കും ഒക്കെ കയ്യിൽ ഒരുപാട് ആശയങ്ങളുണ്ടാവും. നല്ല കാര്യങ്ങൾ തുടങ്ങാൻ അവർക്കും ആഗ്രഹമുണ്ട്. പലരും ജസ്റ്റ് തുടങ്ങുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കൊരു കാര്യം പറയാം, ഒരു തമാശ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും അല്ലേ? ആ തമാശ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിരിക്കും. അതേ തമാശ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ കേട്ടാൽ നമ്മൾ ചിരിക്കുമോ? തമാശ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ചിരി പിന്നെ വരണമെന്നില്ല. ആ സെയിം റിപ്പീറ്റഡ് തമാശ ഓട്ടോമാറ്റിക്കലി അതൊരു തമാശ അല്ലാണ്ടായി മാറുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ കൂട്ടരോട് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആദ്യമൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമം വന്നു എന്ന് വരാം. നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തമാശ അല്ലാണ്ടായി മാറുന്നത് പോലെ തന്നെ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യാത്തൊരു പ്രശ്നമായി മാറും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളത് അതൊന്നും, ആ കളിയാക്കലുകളോ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഈ കളിയാക്കുന്നതൊന്നും കളിയാക്കലല്ലാണ്ടായി മാറും. ഇനി വേറൊരു വലിയ കാര്യമാണ് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങുക എന്നുള്ളത്, നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ താഴോട്ട് വലിച്ചിടാൻ നോക്കിയാൽ അത് നമ്മുടെ തന്നെ എനർജി വേസ്റ്റേജ് ആണ്. നമുക്ക് നമ്മുടെ ടൈം എന്തിനാണ് അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്? നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല. അതിലും എത്രയോ നല്ലതാണ് മറ്റുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്താൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും. സോ സ്റ്റോപ്പ് ലിസണിങ് ടു ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ പ്രോസസ്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യുക.
നിങ്ങൾ എന്തേലുമൊക്കെ മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, എന്നെ കളിയാക്കുവോ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറയുമോ ഇങ്ങനെ പറയുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്തേലുമൊക്കെ കാര്യങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ, എന്തേലുമൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തേക്ക് കേട്ടോ. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ, ആൻഡ് ഫോക്കസ് ഓൺ യുവർ പ്രോസസ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.